പ്രഥമ ലോക യുവശേഷി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദേശീയ നൈപുണ്യ വികസന പദ്ധതി യുവാക്കളായ തൊഴിൽ അന്വേഷകർക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ചെറിയൊരു ശതമാനം ജനങ്ങൾ മാത്രമാണ് നൈപുണ്യ പരിശീലനം നേടിയിരിക്കുന്നത്. ഇത് രാജ്യത്ത് പ്രാവീണ്യമുള്ള തൊഴിലാളികളുടെ അഭാവത്തിന് കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി കൗശൽ വികാസ് പദ്ധതി ആരംഭിക്കുന്നത്. കേന്ദ്ര നൈപുണ്യ സംരംഭകത്വ വകുപ്പിന്റെ കീഴിലാണ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ പ്രവർത്തിക്കുക. വരുന്ന 5 വർഷത്തിനകം 40 കോടി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകാനുള്ള ബൃഹത് പദ്ധതിയാണിത്. നരേന്ദ്രമോദിജിയുടെ ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം പറയുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ത്രൂ സ്കിൽ ഡെവലപ്മെന്റ് മാത്രമേ നമുക്ക് ഒരു സസ്റ്റെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ശരിവെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പറയും ജോലിയില്ല എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ പ്രോപ്പർ ട്രെയിൻഡ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് ഇന്നും ജോലിയുണ്ട്. പല ആൾക്കാരും സർട്ടിഫൈഡ് ആയിട്ട് സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് എന്തൊക്കെയോ ജോബ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി എല്ലാം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റും. ജോബ് ഓറിയന്റഡ് ആയിട്ട് ഉള്ള കോഴ്സസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലിയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വതന്ത്ര സംരംഭങ്ങളിലും മികച്ച അവസരങ്ങൾ ഉള്ളപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ തന്നെ തൊഴിൽ നേടണമെന്ന കേരളീയ സമൂഹത്തിന്റെ മനസ്ഥിതിയാണ് മാറേണ്ടതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, അത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൺ കോഴ്സ് റിക്വയർമെന്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവനെ എത്രമാത്രം ട്രെയിൻഡ് ആക്കാൻ പറ്റുമോ ആ രീതിയിലേക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മേഖലയിലായിരിക്കും പരിശീലനം. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകും. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഖാദി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും 1% അധിക വിഹിതം അനുവദിക്കും. തൊഴിൽ മേഖലകൾ കണ്ടെത്തുക, തൊഴിലന്വേഷകർക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച തൊഴിൽ പരിശീലനവും സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇതിലൂടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 24 ലക്ഷം യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും ഉറപ്പാക്കും. വേലൈൻ കൺസൾട്ടൻസിയും പദ്ധതിയുടെ കേരളത്തിലെ പരിശീലന പരിപാടിയിൽ പങ്കാളികളാണ്. ഓരോ ഗ്രാമപഞ്ചായത്തും അതുപോലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ മീറ്റ് ചെയ്യുക, പൊളിറ്റിക്കൽ ആൾക്കാരെ മീറ്റ് ചെയ്യുക, പ്രസിഡന്റ്, സെക്രട്ടറീസ് അവരെയൊക്കെ ആയിട്ട് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുക. ത്രൂ അവരാണ് ഞങ്ങൾ ഈ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ ബാക്ക്വേർഡ്സ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൂടുതൽ ഞങ്ങൾ ഈ ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പരിശീലന പരിപാടിയിൽ ചേരണമെന്ന് താല്പര്യമുള്ളവർക്ക് www.waylineconsultants.com എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഉൽപാദനം, പ്ലംബിംഗ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകൾക്കാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ ഊന്നൽ നൽകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹ്യ വികസനത്തിന്റെയും ചാലക ശക്തിയാണ് അറിവും നൈപുണ്യവും എന്ന തിരിച്ചറിവാണ് ഗവൺമെന്റിന് ഇത്തരം പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള പ്രചോദനം. തൊഴിലന്വേഷകരായ രാജ്യത്തെ യുവതയുടെ ജീവിതത്തിന് പുതിയ പദ്ധതി വെളിച്ചമേകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.